ടൂറിസ്റ്റ് ബസ് മറിഞ്ഞ അപകടമുണ്ടായിട്ടുണ്ട്. 35 പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ദൃശ്യങ്ങൾ കാണാം. സജു ദേവസ്യ വിവരങ്ങളുമായി. സജു, ആ ബസ് നല്ല വേഗത്തിൽ വന്ന് മറിഞ്ഞു വീഴുകയാണ്. ഒരു സ്കൂട്ടർ യാത്രികൻ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടിട്ടുമുണ്ട്. എന്താണ് ഈ 35 പേര് ആ ബസ്സിലുണ്ടായിരുന്നു, എന്താണ് സംഭവിച്ചത്? സ്മൃതി, കൂത്താട്ടുകുളം പിറവം റോഡിലാണ് ഈ അപകടം ഉണ്ടായത്. ടൂറിസ്റ്റ് വാഹനമാണ്, വിവാഹ സംഘം സഞ്ചരിച്ച ടൂറിസ്റ്റ് ബസ്സാണ്. വയോധികരടക്കം 35ഓളം പേര് വാഹനത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് സ്കൂട്ടർ വെട്ടിച്ചതാണ് ഈ അപകടത്തിന് കാരണം, അത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. സ്മൃതി, നമ്മൾ ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വളരെ ഈ അപകട കാരണം വ്യക്തമാകുന്നുണ്ട്. കാരണം ഈ ബസ് സാമാന്യം വേഗതയിൽ കടന്നു വരുന്നു. ആ പാതയിലേക്ക് ഒരു ഇരുചക്ര വാഹനം ഈ ബസ്സിന് മുന്നിലേക്ക്, അതായത് എതിർഭാഗത്ത് ഒരു പെട്രോൾ പമ്പാണ്, അങ്ങോട്ടേക്ക് മുന്നിലൂടെ വെട്ടിച്ച് കയറാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഈ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കാതിരിക്കാൻ, അങ്ങനെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ മറുഭാഗത്തേക്ക് ബസ് വെട്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാം. അതാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നത് വ്യക്തമാണ്. അതായത് വളരെ പെട്ടെന്ന് അപ്രതീക്ഷിതമായി സ്കൂട്ടർ ഈ ടൂറിസ്റ്റ് ബസ്സിന് മുന്നിലേക്ക് വെട്ടിച്ച് കയറ്റുന്നു. അപ്പോൾ ആ സ്കൂട്ടറിനെ ഇടിക്കാതിരിക്കാൻ ഈ ടൂറിസ്റ്റ് വാഹനം ഓടിച്ച ഡ്രൈവർ മറുഭാഗത്തേക്ക് ഈ ബസ് വെട്ടിക്കുന്നതാണ്. പക്ഷെ അത് ഈ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുത്തുന്നു. അങ്ങനെ ഈ അപകടം ഉണ്ടാകുന്നതായി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. പക്ഷേ മറുഭാഗത്തേക്ക് ഇടിച്ചു കയറി ബസ് സമ്പൂർണ്ണമായും മറിയുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എന്ന് വെച്ചാൽ അത് വലിയ തോതിലുള്ള ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയ മറിയലായി പോയി എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ വ്യക്തമാകുന്നുണ്ട്. അത് ഈ അപകടത്തിന്റെ പ്രധാന കാരണം, ഇതൊരു സാമാന്യം തിരക്കേറിയ ഒരു പാതയാണ്. പക്ഷേ ഈ അപകടം നടക്കുന്ന സമയത്ത് ഒരുപാട് വാഹനങ്ങളൊന്നും ഈ നിരത്തിൽ ഉള്ളതായി ഈ CCTV ദൃശ്യങ്ങളിൽ കാണുന്നില്ല. ഇത് ഈ പിറവം കൂത്താട്ടുകുളം പാതയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയൊക്കെ അനുസരിച്ചായിരിക്കും വലിയ തോതിലുള്ള തിരക്കൊന്നും റോഡിലില്ല. പക്ഷേ ഈ ഇരുചക്ര വാഹനം വളരെ പെട്ടെന്ന്, അതായത് ബസ് ആ റൂട്ടിന്റെ ഒരു പ്രത്യേകത അനുസരിച്ച് സാമാന്യം വേഗതയിൽ തന്നെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു പാതയാണ്. അപ്പോൾ അങ്ങനെ വേഗത്തിൽ വരുന്നു. ആ ഘട്ടത്തിലാണ് ഈ ഇരുചക്ര വാഹനം അപ്രതീക്ഷിതമായി വെട്ടിച്ച് ഈ ബസ്സിന് മുന്നിലേക്ക് കയറ്റുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അപ്പോൾ നമുക്ക് ഇപ്പോൾ അനുമാനിക്കാൻ കഴിയുന്നത് ആ വാഹനത്തെ ഇടിച്ചൊരു അപകടത്തിലേക്ക് പോകരുത് എന്ന് കരുതിയാണ് വെട്ടിച്ചത്. പക്ഷേ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമാവുകയും നേരെ ആ പെട്രോൾ പമ്പിന്റെ ഭാഗത്തേക്ക് ഇടിച്ചു കയറുകയും പിന്നീട് മറിയുകയും. വിവാഹ സംഘം സഞ്ചരിച്ച ബസ്സാണ്. ഈ അതിനകത്തുണ്ടായിരുന്നവർക്ക് പരിക്ക് എങ്ങനെയാണ്? അതുമായി ബന്ധപ്പെട്ട് അവരെ ആശുപത്രിയിലാക്കിയിരിക്കുകയാണോ? എന്താണ് സ്ഥിതി? ചിലരൊക്കെ എണീറ്റ് പോകുന്നതും കാണാം. സ്മൃതി, അതായത് ഈ വാഹനത്തിന്റെ, അതായത് ഡ്രൈവർ അടക്കം ഈ വാഹനത്തിന് മുന്നിലുള്ള ആളുകൾ എണീറ്റ് പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. പക്ഷെ പ്രായമായ ആളുകളടക്കം, അതായത് ഒരു വിവാഹ സംഘമാണ്, പ്രായമായ ആളുകളടക്കം ഈ ബസ്സിലുണ്ടായിരുന്നു. മുഴുവൻ ആളുകളെയും ഇപ്പോൾ നാട്ടുകാരും അവിടെയുള്ള ആളുകളും ഒക്കെ ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി മാറ്റിയിട്ടുണ്ട്. പക്ഷെ പ്രായമായ ആളുകൾക്കാണ്, കുറച്ച് വയോധികരായ ആളുകൾക്ക് കാര്യമായ പരിക്കുണ്ട്. അവരിപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ആളുകൾ പറയുന്നത് വലിയൊരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. കാര്യമായ പരിക്കുള്ള കുറച്ച് ആളുകളുണ്ട്. അതായത് പ്രായം ചെന്ന ആളുകൾക്ക് ഇത് ഈ ബസ് നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ പരിശോധിക്കുമ്പോൾ കാണാം. വല്ലാത്ത ഒരു മറിയലാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ബസ് അങ്ങനെ വെട്ടിക്കുന്ന പെട്ടെന്ന് മറുഭാഗത്തേക്ക് മറിയുകയാണ്. അപ്പോൾ അതിന്റെ ഒരു ഇമ്പാക്ട് ആളുകൾക്കുണ്ട്. തലയ്ക്കും മറ്റുമൊക്കെ വയോധികർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ ആരോഗ്യനില സംബന്ധിച്ച് ഇപ്പോൾ നമുക്കൊരു വ്യക്തത കൈവന്നിട്ടില്ല. പക്ഷെ കാര്യമായ പരിക്ക് പറ്റിയ ആളുകളുണ്ട്. എങ്കിലും ആശ്വസിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട് എന്ന് അവിടെയുള്ള ആളുകൾ, രക്ഷാപ്രവർത്തനം നടത്തിയ ആളുകൾ പറയുന്നുണ്ട്. പക്ഷെ ഒരു വളരെ പെട്ടെന്നാണ്, അതായത് എതിർഭാഗത്തേക്ക് പെട്ടെന്ന് വെട്ടിക്കുന്ന അപ്പോൾ തന്നെ മറിയുന്നു. നേരെ ബസിന്റെ മറുഭാഗം നിലത്തടിച്ച് ഗ്ലാസൊക്കെ തകർന്ന് വീഴുന്ന നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ പെട്രോൾ പമ്പിന്റെ ഭാഗത്തുള്ള ഒരു ഭിത്തിയും ഒരു തൂണുമൊക്കെ ഇടിച്ച് തെറിപ്പിച്ചാണ് മറിഞ്ഞു വീഴുന്നത്. അതിന്റെ ഇമ്പാക്റ്റിൽ ഉണ്ടായ പരിക്കാണ് അതിലുണ്ടായിരുന്ന ആളുകൾക്ക്. 35ഓളം പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. ചിലർക്ക് നിസ്സാരമായ പരിക്കാണ് എന്നാണ് പറയുന്നത്. പക്ഷെ അതേസമയം പ്രായമായ കുറച്ച് ആളുകളടക്കം കാര്യമായ പരിക്കുള്ളവരുമുണ്ട് എന്ന് പറയുന്നുണ്ട്. ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് പറയുമ്പോഴും ഗുരുതരമായ പരിക്ക് പറ്റിയ ആളുകളുമുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നതാണ്. അപ്പോൾ ഈ അപകടത്തിലേക്ക് നയിച്ചത് ഈ ഇരുചക്ര വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ ഡ്രൈവർ ഈ ബസ് വെട്ടിച്ചതാണ് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായും സജോ ദേവസ്യാണ് ദൃശ്യങ്ങളും വിവരങ്ങളും നൽകിയിരിക്കുന്നത്. കൂത്താട്ടുകുളത്താണ് ഈ അപകടമുണ്ടായത്.